വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഒരു മട്ടൺ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. മട്ടൺ ഫ്രൈ എന്നുള്ള പേരും ഇതിൻ്റെ തംബ്നെയിലും കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് ഹിന്ദു മിലിറ്ററി ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു മട്ടൺ ഫ്രൈ ആണ്. സെമി ഗ്രേവി ആയിട്ടുള്ള ഈ മട്ടൺ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ നല്ല ഇറച്ചിയുള്ള മട്ടണിലേക്ക് നമ്മളിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ മട്ടണിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് 5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകണ്ട, നമുക്ക് പാനിലിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാനായിട്ട്. ഓരോ മട്ടൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് വേവുന്ന സമയത്തിൽ മാറ്റം വരാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ കുക്കിംഗ് ഓയിലായാലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒരുപാട് മൂത്ത് ബ്രൗൺ കളറൊന്നും ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മട്ടൺ ഫ്രൈ ആണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് കാരണമാണ് പകുതി തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ അതിൻ്റെ വെള്ളത്തോട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ നോൺ വെജൊക്കെ വെക്കുമ്പോൾ മസാലയൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷമാണ് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ചേർക്കാറ് അല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും മസാലയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മട്ടൺ നമുക്ക് ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മട്ടൺ വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് മട്ടൺ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മട്ടൺ ഫ്രൈ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചൂടോടുകൂടി ചപ്പാത്തി, റൊട്ടി, നാൻ, പ്ലെയിൻ റൈസ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. കർണാടകയിലെ ഹോട്ടൽസിലൊക്കെ ഇതിൻ്റെ കൂടെ റാഗി, മുദ്ദെ അതൊക്കെ കൊടുക്കാറുണ്ട്. നമുക്കിത് വെറുതെ കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ നാടൻ കുത്തിരി ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. ഹിന്ദു മിലിറ്ററി ഹോട്ടൽ സ്റ്റൈലിലാണ് ഈ ഒരു മട്ടൺ ഫ്രൈ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കർണാടകയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, ആന്ധ്രയിലുമൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ മട്ടൺ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം തന്നെ
കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാകാതെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് കാണാം. വെജ്, നോൺ വെജ്, കേക്ക്സ്, കുക്കീസ്, സ്വീറ്റ്സ്, ഡെസേർട്ട്സ്, അങ്ങനെ എല്ലാത്തരം റെസിപ്പീസും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ ആഴ്ചയും പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.